തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ വധശ്രമം. SI അക്ഷയ് കുമാർ ഉൾപ്പെടെ 3 പോലീസുകാർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. ആക്രമണം തട്ടിപ്പ് കേസിലെ പ്രതിയെ പിടികൂടാനെത്തിയപ്പോൾ വീണയാണ് വിവരങ്ങളുമായി ചേരുന്നത്. വീണ, എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? നെയ്യാറ്റിൻകരയിലെ SI ഉൾപ്പെടെയുള്ള 3 അംഗ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ആക്രമണമുണ്ടായെന്നുള്ളതാണ്. സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട പ്രതിയെ പിടികൂടാൻ എത്തിയപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണമുണ്ടായത്. 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന ജീപ്പ് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെ പിടികൂടിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നടരാജ് ഫിനാൻസിന്റെ ഉടമ സനൂജാണ് പോലീസുകാർക്ക് ഇത്തരത്തിലുള്ളൊരു വധശ്രമ ആക്രമണം നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബൈക്കിലെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ആദ്യം വാഹനം ഇടിച്ചു കയറ്റിയത്. അവർക്കാണ് ഇതിൽ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റത്. നിലവിൽ ഒരു പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. വീണ, നമുക്കറിയാം SI ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. കേസ് അന്വേഷിക്കാൻ പോയ ആൾക്കാർ തന്നെ ഇപ്പോൾ പെട്ടിരിക്കുന്ന ഒരവസ്ഥ. എന്താണ് ഇത് ഇങ്ങനെ ഒരു വരാൻ കാരണം? ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഉദ്യോഗസ്ഥർ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയെ പിടികൂടാൻ പോയത്. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റേഷനിലേക്ക് ഈ ആളെ, അതായത് സനൂജിനെ വിളിച്ചു വരുത്താൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും ഇദ്ദേഹം അന്വേഷണവുമായി സഹകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് പ്രതിയെ പിടികൂടാനായി ആ സ്ഥലത്തേക്ക് പോലീസ് സംഘം പുറപ്പെട്ടത്. അവരുടെ വാഹനം ഇടിച്ചു തെറിപ്പിക്കുന്നതിലേക്കാണ് ആ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വിശദമായി തന്നെ ചോദ്യം ചെയ്യും. എന്തെങ്കിലും മുൻവൈരാഗ്യമാണോ, അതോ അല്ലെങ്കിൽ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള, തൽക്കാലത്തേക്ക് രക്ഷപ്പെടുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണോ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുക കാര്യത്തിൽ വ്യക്തത വരണം. എന്തായാലും പ്രതിയിൽ നിന്ന് വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തും. ഇപ്പോൾ ഈ പോലീസിന് നേരെ വധശ്രമം നടത്തിയതിലും നടപടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സാമ്പത്തിക തട്ടിപ്പ് കേസിനാണ് ഇദ്ദേഹത്തിനെതിരെ, ഈ പ്രതിക്കെതിരെ കേസെടുത്തെങ്കിൽ പോലീസിനെതിരെ വധശ്രമത്തിനും നടത്തിയതിനെതിരെ കൂടി ഒരു പ്രതിക്കെതിരെ കേസെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് പ്രകോപന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിലും പോലീസ് വിശദമായി തന്നെ അന്വേഷണം നടത്തി വരികയാണ്. ശരി, വ്യക്തമാണ് വീണ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ വധശ്രമം നടന്നിരിക്കുകയാണ്. SI അക്ഷയ് കുമാർ ഉൾപ്പെടെ 3 പോലീസുകാർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. വീണയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വീണ്ടും പരിശോധന നടത്തി. ശബരിമല സ്വർണ്ണ കവർച്ച കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദേവസ്വം ആസ്ഥാനത്ത് എത്തിയത്. കേസിലെ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് SIT ദേവസ്വം ആസ്ഥാനത്ത് എത്തിയത്. വീണ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകുവാൻ. വീണ, എന്താണ് ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ? അല്പസമയങ്ങൾക്ക് മുമ്പാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പ്രത്യേക അന്വേഷണ സംഘം SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് അവർ കയറും. മറ്റു ഉദ്യോഗസ്ഥരിൽ നിന്ന്, അതായത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈ കേസിന്റെ ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ തേടി എന്നുള്ളതാണ്. അവസാനവട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവർ എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട അവസാന തീയതി 20-ാം തീയതിയാണ്. അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അതിന് മുന്നോടിയായി തന്നെയാണ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി 2019 സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇവിടെ എത്തിയത്. അവസാനവട്ട സാങ്കേതിക നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവർ എത്തിയെന്നുള്ള ഒരു പ്രാഥമിക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് SIT സംഘമോ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഫയലുകൾ കൊണ്ടുപോയെന്നുള്ള ഒരു പ്രാഥമിക വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. മാത്രമല്ല 2025 സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അതിന്റെ നടപടികളിലേക്ക് കടക്കുവാനും SIT സംഘം ആലോചിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകളും മറ്റു വിവരങ്ങളും ശേഖരിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഔദ്യോഗിക നടപടികളുടെ ഭാഗമായി വന്നു പോകുന്നതാണ് എന്ന് നമുക്ക് ഈ സമയത്ത് പറയാൻ സാധിക്കുമോ?
തീർച്ചയായും ഈ കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട്. ഈ കേസ് അന്വേഷണം ഇടയ്ക്ക് മന്ദഗതിയിൽ പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ പ്രതികൾ മാത്രമാണ് പ്രതിപട്ടികയിലുള്ളത്. പലരുടെ ഉന്നതരുടെ പേരുകളടക്കം ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചു എങ്കിൽ പോലും ഉന്നതരിലേക്ക് കൂടുതൽ അന്വേഷണം വ്യാപിക്കാത്ത സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ മറ്റു പരിശോധനകൾ പലതവണ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി SIT സംഘം മൊഴി രേഖപ്പെടുത്തുകയും വിശദാംശങ്ങൾ ചോദിച്ചറിയുകയും ഫയലുകൾ പരിശോധിക്കുന്ന നടപടിക്രമങ്ങൾ ഇതിനു മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളിൽ അന്ന് ശേഖരിച്ച തെളിവുകളിലെ സംശയങ്ങളിലോ കൂടുതൽ വ്യക്തത തേടുന്നതിനായിട്ടാണ് വീണ്ടും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളിൽ, അതായത് നേരത്തെ ഉൾപ്പെടുത്തിയിരുന്ന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തുവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി ആദ്യം തന്നെ നടപടികൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി തന്നെ വിശദമായി തന്നെ മൊഴിയെടുത്തിരുന്നു. അതിൽ ചില വ്യക്തതകൾ തേടുന്നതിനായിട്ടാണ് ഇവിടെ എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. ശരി, വ്യക്തമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വീണ്ടും പരിശോധന നടത്തി. ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് പരിശോധന നടത്തുന്നത്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദേവസ്വം ആസ്ഥാനത്ത് എത്തിയത്. വീണയാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്.